നിങ്ങൾക്കറിയാം ഈ കർണാടകയിലുണ്ടായ ഈ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ ഇന്നും അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരും. 13ാം ദിവസത്തിലേക്ക് തിരച്ചിൽ കടക്കുകയാണ്. മാത്രമല്ല ഗംഗാവലി പുഴ അതിൻ്റെ ഏറ്റവും അടിയൊഴുക്കിൻ്റെ കരുത്തോടെ തന്നെ ഇന്നും ഒഴുകുകയാണ്. പക്ഷേ ഇന്നുകൂടി റിസ്ക് എടുത്ത് രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പറയുന്നു. ഇന്നലെ നിങ്ങൾക്കറിയാം ഈശ്വർ മാൽപേ അദ്ദേഹത്തിൻ്റെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ഗംഗാവലി പുഴ ഏറ്റവും കൂലം കുത്തി ഒഴുകുന്ന അടിയൊഴുക്കിൽ കേമനായ ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് അദ്ദേഹം അർജുന് വേണ്ടി തേടി നടന്നു. ഇന്നലെ വളരെ നല്ലൊരു തീരുമാനമായിരുന്നു ഈശ്വർ മാൽപേയുടെ. സാഹസികമായൊരു കൃത്യമാണ് അദ്ദേഹം ചെയ്തത്. ജില്ലാ ഭരണകൂടവും അതുപോലുള്ള നേവിയും ഒക്കെ തന്നെ വളരെ സ്വന്തം റിസ്കിൽ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് പോലും സ്വന്തം റിസ്കിൽ തന്നെ ഈശ്വർ മാൽപേ നമ്മുടെ അർജുനു വേണ്ടി ഈ പുഴയുടെ ആഴങ്ങളിലേക്ക് ചെന്നു ഇന്നലെ ഉച്ചയ്ക്ക്. അതിൻ്റെ എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ നമുക്ക് കാണിച്ചു തരാനും പറ്റി. അങ്ങനെയും നമുക്ക് കഴിഞ്ഞു. കാര്യം അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരുമ്പോൾ നമ്മുടെ വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ഇന്നലെ തെരച്ചിൽ നടത്തിയ ഒരു സ്ഥലത്തും ഈ അർജുൻ ഓടിച്ചിരുന്ന ട്രക്കിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് അല്പം മുമ്പ് ഈ ഈശ്വർ മാൽപേ നമ്മോട് പറഞ്ഞു. അവശേഷിക്കുന്ന ഒരു സ്ഥലത്തുകൂടി ഇന്ന് മുങ്ങിത്തപ്പുമെന്നും ഈശ്വർ മാൽപേ 24നോട് പറഞ്ഞു. അദ്ദേഹവുമായി നടത്തിയ സംഭാഷണം. അത്യാവശ്യം അദ്ദേഹത്തിന് മലയാളം അറിയാം എന്നുള്ളതും നമുക്ക് ആശ്വാസകരമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കേരളത്തിലെ മലയാളികൾ ഒന്നാകെ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാൾ, അതാണ് നമ്മുടെ ഈശ്വർ മാൽപേ. നമ്മുടെ പ്രിയപ്പെട്ട അർജുന് വേണ്ടി സധൈര്യം ആ പുഴയിലേക്ക് ഇപ്പോൾ ഡൈവ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈശ്വർ മാൽപേ ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. ഹൈ സാർ. സാർ, നമ്മൾ ഇന്ന് എന്താണ് നമ്മുടെ ഏറ്റവും പുതിയ മൂവ്? നമുക്ക് അനുമതി കിട്ടിയിട്ടുണ്ടോ? ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ಇನ್ನಿപ്പോൾ ನನಗೆ ನಿನ್ನೆಲೆ 6 ಡೈ ಹಾಕಿ ನಿನ್ನೆಲೆ 6 ಡೈ ಹಾಕಿ 4 ಪಾಯಿಂಟ್ നോക്കി 4 പോയിന്റിൽ 3 പോയിന്റ് നോക്കിയിട്ടായി. അപ്പോൾ കീഴെ പോകുന്ന സമയത്തിൽ ഒരുപാട് ഈ തടി കഷ്ണം പിന്നെ ബ്ലേഡ് ഈ സീറ്റിൻ്റെ എല്ലാം ഒത്തിരി ഉണ്ട്. തടി കഷ്ണം നമ്മൾ മുറിച്ച് ലോറി കൊണ്ടുവന്ന തടി കഷ്ണം തന്നെയാണോ? അതല്ല, വേറെ മേലിൽ നിന്ന് വന്ന തടി കഷ്ണമുണ്ട്. അതല്ലാതെ പിന്നെ ഈ കമ്പിൻ്റെ സ്റ്റേ വയറുണ്ട്. പിന്നെ ഈ മാട് ഷീറ്റ് കമ്പിൻ്റെ ഷീറ്റ് ആക്കുമല്ലോ മാടുക്ക്, ആ ഷീറ്റ് ഒത്തിരി ഉണ്ട്. ആ ഷീറ്റ് കീഴെ പോയിട്ട് ഈ അർദ്ധ മണ്ണിലുണ്ട് അർദ്ധ മേലുണ്ട്. അപ്പോൾ ഒരുപാട് നമ്മൾ അതിൽ ഡിച്ചാവും. ആ സമയത്ത് ഒത്തിരി നമുക്ക് അടിപെട്ടിട്ടുണ്ട്. കീഴെ ഒരു 2-3 പ്രാവശ്യം അടിപെട്ടിട്ടുണ്ട്. അതല്ലാതെ പിന്നെ 3 വർഷം ഞങ്ങൾ 3 പോയിന്റ് നോക്കി. ഒരു പോയിന്റിൽ 3ാമത്തെ പോയിന്റിൽ ഒരു തടി കഷ്ണം കിട്ടി. അതിൽ പിന്നെ സ്റ്റേ വയറുണ്ട്. ഇന്ന് ഇപ്പോൾ ഒരു 10 മണിക്ക് സ്റ്റേ വയർ വലിച്ചിട്ട് അത് തടി കഷ്ണം അടിയിലെ വണ്ടി ഉണ്ടോ നോക്കും. സ്റ്റേ വയർ എങ്ങനെ വലിച്ചു മാറ്റാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഈ ഒരു കറണ്ട് അവർക്ക് ചൊല്ലിട്ടുണ്ട്, മിഷനിലെ വലിക്കുന്നു. ഇപ്പോൾ മേലെ റോഡിലെ ഒരു മിഷൻ ഇട്ടിട്ട് ഇത് ലോക്ക് സിസ്റ്റം ആക്കി ആ സ്റ്റേ വയറിൽ വലിച്ചിട്ട് നേരത്തെ എല്ലാ തടി കഷ്ണം മേലെ വരണം. അപ്പോൾ മേലെ വന്ന അടിയിലെ ലോറി ഉണ്ടോ നോക്കുന്നു. നമുക്ക് ഇന്നലെ എത്ര അടി താഴെ വരെ പോകാൻ പറ്റിയിട്ടുണ്ട്? എത്ര ഫീറ്റ് പോയിട്ടുണ്ട്? നിന്നലെ ഞങ്ങൾ ഒരു 40-45 അടി താഴെ പോകുന്ന മാത്രമാവും. ഇല്ല അപ്പുറത്തെ സൈഡ് പിന്നെ 70 അടി 80 അടി ഉണ്ട്. അപ്പോൾ ആ സൈഡിലെ കറണ്ട് കൂടുതലുണ്ട്, പിന്നും കൂടുതലുണ്ട്. അപ്പോൾ അവിടെ പോകണമില്ല. ആ സ്ഥലത്തിൽ പോയിന്റ് ഉണ്ട് ഇന്ന് നോക്കണം. ഇപ്പോൾ നമ്മൾ ഒരു 10 അടി 20 അടി 30 അടി 45 അടി വരെ പോയിട്ടുണ്ട്. ആ സമയത്തിൽ എല്ലാം എവിടത്തിലും ഇല്ല. പിന്നെ നമ്മളൊരു കമ്പി കൊടുത്തിട്ടുണ്ട്. ആ കമ്പി കുത്തിയ പിന്നെ 4 അടി കമ്പി, ആ കമ്പി കുത്തി നോക്കിയാൽ എല്ലായിടത്തില്ല അവിടെ ഒല്ലല്ലേ പാറയുണ്ട്. ആ പാറ ഒരു കമ്പിൻ്റെ മാതിരി ഉണ്ട്. ഇപ്പോൾ GPS കമ്പിൻ്റെ മാതിരി പാറ കിട്ടിയെങ്കിൽ അത് അടേ കാണും. ഇപ്പോൾ അവർക്ക് 4 പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് അത് ഒല്ലല്ലേ പാറയുണ്ടല്ലോ, അത് കമ്പിൻ്റെ മാതിരി പാറ. ഈ ട്രക്കപ്പം ഇതിൻ്റെയൊക്കെ അടിയിൽ പെട്ടുപോകാനാണ് സാധ്യത അല്ലേ? ട്രക്ക് പോയ ഒരു സൈഡിൽ ഒരു നോക്കും, എത്ര അടി നോക്കിയാൽ എവിടെ ട്രക്ക് കാണില്ല. പിന്നെ ഓരോരോ ഒത്തിരി കമ്പി കിട്ടി. കമ്പിയെല്ലാം പാത്ത് നോക്കി, അത് ട്രക്കിൻ്റെ കമ്പി അതല്ല, അത് പിന്നെ സ്റ്റേ കമ്പിൻ്റെ കമ്പി, പിന്നെ ബ്ലേഡ് എല്ലാം ഉണ്ടല്ലോ, ഷീറ്റ് കിട്ടി. പിന്നെ മരം ഒത്തിരി ഉണ്ട്. 40 അടി പോയിട്ടും 40 അടി താഴ്ചയിലേക്ക് പോയിട്ട് നമുക്ക് ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ട് ഇല്ല ഒന്നും കാണില്ല. അവർ നമുക്ക് 4 പോയിന്റ് കാണിച്ചാൽ 3 പോയിന്റിൽ ഒന്നും കിട്ടില്ല. എല്ലാം ഒത്തിരി മണ്ണ് വീണിട്ടുണ്ട്. പിന്നെ കല്ലുണ്ട്, ഒത്തിരി പാറയുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു പോയിന്റിലല്ല ഇന്ന് പോകുന്നത്. അപ്പോൾ അവിടെ സാധ്യത ഉണ്ടാകുമോ? കണ്ടിട്ട് ആ പോയിന്റിൽ പോകുന്നിട്ട് നമ്മുടെ ടീമായിട്ട് വന്നു. എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഒരു 1000 ഞങ്ങൾ ഒരു ഡെഡ് ബോഡി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് എവിടെ പോയെങ്കിലും നമ്മൾ സ്വയം ഉച്ചയിൽ ഞങ്ങൾ എടുത്തു കൊടുത്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം നമ്മൾ എടുത്തു കൊടുത്തത്. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇത് ഉള്ളു പോകുന്നത് മിലിറ്ററിക്കാർ പോയില്ല ഇതിൽ വേണ്ട എന്ന് അത്ര നീറ ഫോഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ കീഴെ പോയി അവർക്ക് ഞങ്ങൾ അവർ 6 പോയില്ല. പിന്നെ നമ്മളെ ടീമിലെ നമ്മളൊരു ലക്ഷ്യത്തിൽ നമ്മൾ എടുത്തുകൊട്ട് നമ്മൾ അതിനെ സ്വയം പോയി ഞങ്ങൾ ഇന്നലെ. നമ്മൾ ഈ മലയാളികളെ ഇത്രയും ആകാംക്ഷയുടെ ദിവസങ്ങളായി കാത്തിരിക്കുന്നത് ഇതിൽ ട്രക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം സാർ 1000 റെസ്ക്യൂ നടത്തിയ ആളാണ്. അപ്പോൾ ഈ ട്രക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിൻ്റെ താഴെ ട്രക്ക് ഉണ്ടായ സാധനം പറഞ്ഞാൽ ബ്ലാസ്റ്റ് ആയെന്ന് ചൊല്ലിയല്ലേ അവർ. ആ സമയത്ത് ബ്ലാസ്റ്റ് ആയ സമയത്ത് മണ്ണ് പോയി ഇടിഞ്ഞിട്ടും കീഴെ പോയെന്ന് തിരിയില്ല. ഇതിലും അടിയിലേക്ക് ട്രക്ക് ഉണ്ടാവാൻ എന്ന് ഓരോ 80 ഫീറ്റ് ഉണ്ട് അവിടെ. 80 ഫീറ്റിൽ ഡീപ്പായി. അപ്പോൾ ആ 80 ഫീറ്റ് ഡീപ്പിൽ മണ്ണ് മേലെ പോയാണല്ലേ. 100 ഫീറ്റ് വൺ ഡേ അത്.
ആളെ അത്ര ഉണ്ട് അത്. ആ സൈഡിലെ മണ്ണെല്ലാം മേലെ ഇറങ്ങി ആ ട്രക്കിൽ അടിയിൽ വീഴുന്ന സാധനത്തിനുണ്ട്. ഏറ്റവും ഡീപ്പിലായിരിക്കും ട്രക്ക് ഉണ്ടാവുക. ഇല്ല, ട്രക്ക് മേലെ இருக்குது, ഈ കീഴിലെ മണ്ണ് അതിൽ മേലെ വീണിട്ടുണ്ട്. വന്ന മണ്ണിന്റെ മുകളിൽ ഇപ്പോൾ ഒരു ട്രക്ക് കീഴെ പോയിട്ട് ഇവിടെ ബ്ലാസ്റ്റായി. ഈ ബ്ലാസ്റ്റായ സംബന്ധം ഈ മണ്ണ് ഇത് ഉണ്ടാവും, മണ്ണ് ഇതിലെ മേലെ വീഴും. സാർ, ഇന്ന് നമ്മൾ ഈ കാർവാർ കളക്ടർ അനുമതി നൽകിയിട്ടുണ്ടോ നമുക്ക് ഇറങ്ങാൻ? ആ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ഒരു വർഷം ആക്കിയാന്ന് சொல்லிട്ടുണ്ട് അവർ. ഇന്നും കൂടെ ഇറങ്ങാം. ഇറങ്ങും. ഇന്ന് കണ്ടെത്തിയില്ലെങ്കിൽ നാളെ ഉണ്ടാകുമോ ഓപ്പറേഷൻ? ಇಲ್ಲ, ಅದು ಅವರು ಜಿಲ್ಲಾಡಳಿತ DC ಅವರೆಲ್ಲ சொல்லிட்டு ಆಮೇಲೆ 2 ദിവസം നമുക്ക് 2 ദിവസം ഇന്ന് ആക്കും, നാളെ പിന്നെ നോക്കാം. ഇന്നും കൂടെ നോക്കാം. ആ ಖಂಡಿತ ಆகும். വലിയ റിസ്ക് ആണ്, നമുക്കറിയാം. നമ്മൾ തന്നെ കാണുമ്പോൾ വിഷ്വലി കാണുമ്പോൾ ഭയങ്കര ഇതാണ് കാണാൻ. ಖಂಡಿತ ಕೀಳೆ ನಾನು சொல்லுது, ഞാൻ ഇത്ര തനಕ കീഴെ പോയി നോക്കിയത് ഒന്നും കാണാമയ്യ, അത്ര കത്തല കാണാമയ്യ. കണ്ണിക്ക് ഇപ്പോൾ തുണി കട്ടി എങ്ങനെയോ അതേ മാതിരി കീഴേ இருக்குது. ഞങ്ങൾ കയ്യിൽ പോയിട്ട് ഇതിനെ പിടിച്ച് എന്നನ್ನು നോക്കിക്കൊണ്ട് പോകുന്നു. പുല്ല് ഒല്ലില് പാറയുണ്ട്, മരമുണ്ട്, കമ്പിന് എല്ലാം തലകെല്ലാം അടിച്ചിട്ടുണ്ട്. ഓൾ ഓവർ കേരള വാച്ചിങ് ഓൺ യു ആൻഡ് എല്ലാവരുടെയും പ്രതീക്ഷ നിങ്ങളിലാണ്. ಖಂಡಿತ ಎಲ್ಲರಿಗೂ ಆಶೀರ್ವಾದ. ನನಗೊരു ಭರವಸೆ, ಅರ್ಜುನ್ ಅವರು ಜೀವಂತವಾಗಿ ಗಿಟ್ಟಿಟ್ಟು അല്ലെങ്കിൽ വണ്ടിയായി കിട്ടിയിട്ട് അതിലെ ഉള്ളു കിട്ടുമെന്ന ഒരു ഭരവസ ഉണ്ട്. എല്ലാവരും പ്ലെയർ പണ്ണുണ്ട് ഈ കേരളത്തിൽ. എല്ലാവർക്കും ഞാൻ കൈ കുമ്മിടു ಬೇಗ കിട്ടിട്ടെന്ന് ഞാൻ சொல்லிട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ് സാർ. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി അർജുനെ കണ്ടെത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നതാണ് ഈശ്വർ മാൽപേയും അദ്ദേഹത്തിൻ്റെ സംഘവും. വലിയ റിസ്കി ദൗത്യം അദ്ദേഹം നടത്തുകയാണ്. അദ്ദേഹം ഇന്നുകൂടി ഇവിടെ തുടരും, ഇന്നുകൂടി ഇത് നടത്തും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഷഫീദ് റാവുത്തർ, 24 ശിരൂർ. നമ്മൾ തീർച്ചയായിട്ടും സല്യൂട്ട് ചെയ്യേണ്ട ഒരു ആളാണ് ഈശ്വർ മൽപേ എന്ന് പറയുന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ഗംഗാവാലി പുഴയുടെ ഭീകര നമ്മൾ കാണുമ്പോൾ ഇത്രയും അടിയൊഴുക്കുള്ള ഒരു പുഴയുടെ ആഴങ്ങളിലേക്കൊക്കെ പോയിട്ട് എത്ര നമുക്ക് സാങ്കേതിക സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും വലിയ മരണം തൊട്ട് അരികിലൂടെയൊക്കെ നീന്തി പോകും ഈ പുഴയുടെ ആഴങ്ങളിൽ പോയാൽ. അദ്ദേഹം ഈ സ്വന്തം ജീവനെ അവഗണിച്ചാണ് ഇന്നലെ അദ്ദേഹം പുഴയുടെ അടിത്താവളങ്ങളിലൊക്കെ മുങ്ങിത്തപ്പിയത്. ഇന്നും അദ്ദേഹം ആ ദൗത്യത്തിന് ഇറങ്ങുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ ട്രക്ക് വീണിരിക്കുന്നതിൽ ആ ട്രക്കിന് മുകളിലേക്ക് മലയിടിഞ്ഞ് ഈ മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വലിയ പ്രയാസകരമെന്നാണ് അദ്ദേഹം കാണുന്നത്. പക്ഷേ അർജുനെ കണ്ടെത്തുക, മലയാളികൾക്ക് അദ്ദേഹം വാക്ക് കൊടുക്കുകയാണ്. അദ്ദേഹം പരമാവധി ശ്രമിക്കും. ഈശ്വർ മൽപേ, താങ്കൾക്ക് ഞങ്ങളുടെ സല്യൂട്ട്.